ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഫുഡുകൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ചേട്ടൻ നാട്ടിലില്ലാതെ മൂഡ് ഓഫും പനിയൊക്കെ പിടിച്ചിരുന്നപ്പോഴാണ് കുറേ ദിവസത്തിന് ശേഷം വല്യച്ഛൻ വീട്ടിൽ വന്നത്. അപ്പോൾ അച്ഛനോട് സ്വകാര്യമായിട്ട് നമുക്ക് ഷാപ്പിൽ പോയാലോടാന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും അമ്മയും ഞങ്ങളും ഉണ്ടേന്ന് പറഞ്ഞ് അവരുടെ കൂടെ കൂടി. കാരണം ഷാപ്പ് എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കൊഞ്ചും കണവയും കരിമീനും ഇതൊക്കെ ഓടിക്കൊണ്ടേയിരുന്നു. എന്താണെന്നറിയില്ല ഗൈസ്, ഫുഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എത്ര പനി പിടിച്ച അവസ്ഥയിൽ ഞാൻ ചാടി എണീച്ചു പോകാറുണ്ട്. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള പുഞ്ചക്കരി ഷാപ്പിലേക്കാണ് നമ്മൾ പോയത്. എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് 3 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടേക്ക്. അവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്. ഷാപ്പിന്റെ കൺസ്ട്രക്ഷൻ ഒരു ഹട്ട് പോലെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഫാമിലി ഔട്ടിങ്ങിന് ബെറ്റർ പ്ലേസ് ആണ് കേട്ടോ. ബാൽക്കണിയിൽ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ അടിപൊളി വൈബാണ്. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ അവർ വളർത്തുന്ന മീനിനൊക്കെ കാണാം കേട്ടോ. നല്ല തിരക്കിട്ടായിരുന്നു ഗൈസ്. നമ്മൾ ഓടി വന്ന സ്ഥലമൊക്കെ പിടിച്ച് അവിടെ ഇരിപ്പായി. നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് കള്ളാണ് കേട്ടോ. അവിടെ മധുരക്കള്ളമുണ്ട്, സ്ട്രോങ് കള്ളുണ്ട്. നമ്മൾ സ്ട്രോങ് കള്ളനെ അങ്ങ് കാച്ചി. പേര് പോലെ തന്നെ നല്ല സ്ട്രോങ് എഫക്റ്റ് ആയിരുന്നു. പുഞ്ചകിരിയിലെ കള്ള് നല്ല കള്ളാണ്, കരിമുമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. മുറ്റം കള്ളാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇളം കള്ള് വേറെ ഉണ്ട്, അത് ശകലം മധുരം കൂടുതലാണ്. ഇത് സ്ട്രോങ് ആണ്. ഇപ്പം നമ്മൾ കഴിച്ചത് സ്ട്രോങ് ആണ്. ഇനി ഉള്ളത് ഇളവാണ്, പക്ഷേ അത് ഭയങ്കര മധുരമാണ്. അത് കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇത് നമ്മൾ ഓരോ ബോട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കും. പള്ളിച്ച നല്ലൊരു എന്റർടൈനർ ആണ് ഗൈസ്. ഓരോ തമാശയൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. വൈബാക്കി കളയും ആള്. ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം വെയിറ്റിംഗ് അറിയാതിരിക്കാൻ ആള് പാട്ട് തുടങ്ങി. ഗീതമുണ്ടോ വസുന്ധരേ പാടുന്ന കുറയറയൻ അങ്ങേ കാടുകളിൽ പള്ളിയുടന പോണതാണ്. അങ്ങനെ പാടി പാടി തളർന്നപ്പോ നമ്മുടെ ഫുഡ് എത്തി. ഉപ്പമുണ്ട്, കപ്പയുണ്ട്, തലയുണ്ട്, പ്രോൺസ് കൊണ്ട് വെച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലുള്ള ആർത്തിയെല്ലാം പുറത്തു വരാൻ തുടങ്ങി ഗൈസ്. പിന്നെ വീഡിയോ എടുക്കണമല്ലോ. പിന്നെ ഇതാ കരിമീൻ വന്നു, തലക്കറി വന്നു. തലക്കറി എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ എല്ലാ മീനൊന്നും ഞാൻ കഴിക്കാറില്ല. കൊഞ്ചും കണവയും കരിമീനും ഞണ്ടും ഇത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ. പിന്നെ വല്ലപ്പോഴും തോന്നിയാൽ ചൂര ഫ്രൈയും ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഐറ്റമായ പ്രോൺസിനെ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തു. ഹോണസ്റ്റ്ലി ഗൈസ്, വായി വച്ചപ്പോൾ തന്നെ കിട്ടില്ല ഫ്ലേവർ ആയിരുന്നു. ആ ഒരു ജ്യൂസി പ്രോൺസും മസാല പെരട്ടും ഒക്കെ നല്ലൊരു യമ്മി ഫീൽ ആയിരുന്നു. ഈ വീഡിയോ കാണുമ്പോഴും ആ ഫ്ലേവർ എൻ്റെ നാവിൻ തുമ്പത്തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. അത്രയ്ക്ക് അടിപൊളിയാണ്. എൻ്റെ പനിയും തൊണ്ടവേദനയും കാരണം ടേസ്റ്റ് ബഡ്സ് കുറച്ച് ഡള്ളായിരുന്നെങ്കിലും എനിക്ക് അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ. അത് വേറെ ആർക്കും കൊടുക്കാതെ ഞാൻ തന്നെ കുത്തിയിരുന്ന് കഴിച്ചു തീർത്തു. നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് കരിമീനാണ്. കരിമീന് കുറച്ചുകൂടെ മസാല പിടിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായേനെ. പക്ഷെ നല്ല ക്രിസ്പിയും ജ്യൂസി ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ കപ്പയും കൂന്തലും എത്തിയിട്ടുണ്ട്. കൂന്തൽ റോസ്റ്റാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷെ വന്നപ്പോൾ അത് കറിയുടെ ടെക്സ്ചർ പോലെ ഉണ്ടായിരുന്നു. അത്ര ടേസ്റ്റി അല്ലായിരുന്നു. അതിന്റെ മസാല കൂട്ടൊന്നും അത്ര ഓക്കെ ആയില്ല. ഏതൊക്കെയോ ഫ്ലേവർ കുറച്ചെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഉടമ്പൊടിയിട്ടു വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ. അങ്ങനെ പാട്ടൊക്കെ പാടി ഫുഡൊക്കെ വയറ്റിലാക്കി വയറ് പൊട്ടി അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി. ഇതാണ് ബില്ല്. അങ്ങനെ വീടെത്തിയ ക്ഷീണത്തിൽ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീച്ചപ്പോൾ നൈറ്റ് 10 മണിയായി. അച്ഛന് വീണ്ടും വിശപ്പ് തുടങ്ങി. അങ്ങനെ ഇന്ന് വീട്ടിൽ കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്യാത്തത് കൊണ്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് പുറത്തേക്ക് പോവാന്ന്. അപ്പതേ അമ്മയ്ക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ ഒരു ആഗ്രഹം. അങ്ങനെ നമ്മൾ വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് പോയത്. അച്ഛന്റെ സർജറി കഴിഞ്ഞ് ആള് കുറച്ചു ദിവസം ഡയറ്റിലായതുകൊണ്ട് ഈ ഫുഡൊക്കെ കിട്ടിയപ്പോൾ ആക്രാന്തത്തോടെ കഴിക്കുവാണ്. ഞാനും അമ്മയും പിന്നെ ഒട്ടും മോശമല്ല കേട്ടോ. ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റോട് കൂടി അതത്രയും നമ്മൾ വയറ്റിലാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ തീറ്റയും വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.